കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ദുഷ്ടലാക്കോടെയാണെന്നും ബാങ്ക് പ്രസിഡന്റ് രാമകൃഷ്ണൻ T. തെളിവുകളോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടിയെടുക്കുമെന്നും രാമകൃഷ്ണൻ പാലക്കാട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ബാങ്കിലെ ജീവനക്കാർ. സഹകരണ ബാങ്കുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നത് സഹകരണ വകുപ്പ് നടത്തുന്ന പരീക്ഷകളിലൂടെയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനകം 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണവും അവാസ്തവമാണ്. കഴിഞ്ഞ ഏതാനും നാളായി ബാങ്കിലെ നിക്ഷേപത്തിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്കിലെ എല്ലാ ധന ഇടപാടുകളും സോഫ്റ്റ്വെയർ മുഖാന്തരമാണ്. കേവലം ധനകാര്യ സ്ഥാപനം എന്നതിനപ്പുറം വിവിധ ജനകീയ ആവശ്യങ്ങളും കാർഷിക ആവശ്യങ്ങളും മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഏത് ആരോപണവും നേരിടാനും തയ്യാറാണ്. മാത്രമല്ല, ബാങ്കിനെതിരെ നടത്തിയ ദുരാരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടറി C. രമേശ്, വൈസ് പ്രസിഡന്റ് ജയകുമാർ K, ഡയറക്ടർമാരായ K. അംബുജാക്ഷി, P. ബാലചന്ദ്രൻ, ബിജു C എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതാണ് നിക്ഷേപവുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, നിക്ഷേപ സമാഹരണത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വഴി നിക്ഷേപം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് വായ്പാ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. തികച്ചും വസ്തുതാവിധമായ കാര്യമാണ്. സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന സർക്കുലറുകളുടെ പിൻബലത്തിലാണ് വായ്പാ സെറ്റ്. കാരണം കുടിശ്ശികയായിട്ട് ധാരാളം വർഷങ്ങൾ പിന്നിട്ട ലോണുകളാണ്, പഴയ ലോണുകൾ. അതാണ് അധികവും ഈ സെറ്റിൽമെന്റിൽ അവസാനിപ്പിക്കുന്നത്. അത്തരം ലോണുകൾ സെറ്റിൽമെന്റ് നടത്തുമ്പോൾ സർക്കാർ കൃത്യമായിട്ട് സർക്കുലർ പുറപ്പെടുവിക്കും. ഇത്ര ശതമാനം വരെ പിന്നെ ഇളവ് അനുവദിക്കാം. അങ്ങ് കേരളത്തിൽ UGC അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ബിരുദത്തിന് വാലിഡിറ്റി ഉണ്ട്. പിന്നെ വേറൊരു അംഗീകാരം ആവശ്യമില്ല. ഇപ്പൊ കുറെ ആളുകൾ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് തന്നെയാണ് ഡിഗ്രി എടുക്കുന്നത്. പക്ഷെ UGC അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വാലിഡേഷൻ അതിന് ആവശ്യമില്ല. അതാണ് ഒരു കാര്യം അതിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2 തരത്തിലാണ് ബാങ്കിൽ നിയമനം നടക്കുക. ഒന്ന് ജൂനിയർ ക്ലർക്ക് നിയമനവും മറ്റത് ലാസ്റ്റ് ഗ്രേഡ് നിയമനമാണ് നടക്കുക. ഇതിൽ ജൂനിയർ ക്ലർക്ക് നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് ആണ് ആ പരീക്ഷ നടത്തുന്നത്. അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റാണ് ബാങ്കിന് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ഭാഗ്യ ഇടപെടലിനും കഴിയില്ല. കാരണം മുൻകാലങ്ങളിൽ ബാങ്കുകളിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അധികം ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ ബാങ്കുകളിൽ ചെന്നാൽ കാണാം, ഒക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ആളുകൾ ജോലി ചെയ്തത്. കാരണം ഈ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ വിജയിച്ചു വരുന്നവരാണ്. അതേസമയം ലാസ്റ്റ് ഗ്രേഡ് നിയമനമുണ്ട്. അതിനും പ്രത്യേക ഏജൻസി, സർക്കാർ അംഗീകരിക്കുന്ന പ്രത്യേക ഏജൻസികൾ പരീക്ഷ നടത്തി ആ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് നിയമനവും നടക്കുന്നത്. അതിലും മറ്റൊരു ഇടപെടലും നടത്താൻ കഴിയില്ല.